അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ചില മാതൃകകളെ അവതരിപ്പിക്കുകയാണ്. അതിൽ ഉത്തമമായ ഒരു മാതൃകയാണ് വളറബല്ലാഹു മസലൻ ലില്ലദീന ആമനൂ, വിശ്വാസികളായ ആളുകൾക്കുള്ള ഏറ്റവും വലിയ ഉപമ ഇംറഅത ഫിർഔൻ, ഫിർഔനിന്റെ ഭാര്യയെ നിങ്ങൾക്ക് ഉദാഹരണമായി അവതരിപ്പിക്കുകയാണ്. എന്തേ മഹദിയ ലോകത്തിന് മുമ്പിൽ ഉദാഹരണമായി പവിത്രമായ ഖുർആനും രാജാതിരാജനായ റബ്ബും അവതരിപ്പിക്കുന്നത്? ഇദ് ഖാലത്, മഹദി അവர்கள் പറഞ്ഞു, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ അടുക്കൽ എനിക്കൊരു വീട് സ്വർഗത്തിൽ തരണമേ അല്ലാഹ്. ഈ പ്രയോഗത്തിനൊരു വലിയൊരു പ്രത്യേകതയുണ്ട്. ത്വലബത്തിൽ ജിവാറ ഖബ്ല ദാർ, മഹദി ആദ്യം ആവശ്യപ്പെടുന്നത് സ്വർഗത്തിലെ വീടല്ല. റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവേ നിന്റെ സമീപത്ത് അഥവാ നിന്റെ സാമീപ്യത്തിന് പറ്റുന്ന ഒരു വീട് എനിക്ക് വേണം. ആരാണ് ബീവി ആസിയ റളിയല്ലാഹു അൻഹാ, ഇംറഅതു ഫിർഔൻ, ഫറോവയുടെ ഭാര്യ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഞാനാണ് പടച്ചവനെന്ന് വാദിക്കാൻ മാത്രം വലിയ ഭൗതികാധികാരമുള്ളവനായിരുന്നു. ഒരാൾക്ക് വെറുതെ അങ്ങ് പറയാൻ പറ്റുമോ ഞാനാണ് രാജാവെന്ന്? ഒരാൾക്ക് വെറുതെ അങ്ങ് പറയാൻ പറ്റുമോ ഞാനാണ് നിങ്ങളുടെ റബ്ബെന്ന്? കേവലമായ ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ് അല്ല, ഒരു രാജ്യത്തിന്റെ രാജാവല്ല, മറിച്ച് വളരെയേറെ സവിശേഷാധികാരങ്ങളുള്ള ഒരു രാജാവാണ്. ആ രാജാവിന്റെ രാജപദവിയിൽ തിരുവായിക്ക് എതിർവായില്ലെന്ന് വന്നപ്പോഴാണ് അന റബ്ബുക്കുമുൽ അഅല എന്ന് വാദിക്കുകയും അവിടെയുള്ള ഭൂരിപക്ഷം ജനങ്ങളും അത് അംഗീകരിക്കുകയും ചെയ്തത്. അപ്പോൾ എത്ര വലിയ അധികാരമാണ്! ആ അധികാരം നടത്തുന്നയാളുടെ ഭാര്യയാണ്, പത്നിയാണ് ബീവി ആസിയ റളിയല്ലാഹു അൻഹാ. പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഈമാനിന്റെ തെളിച്ചം ഉദിച്ചുയർന്ന് പ്രപഞ്ചാധിപനായ റബ്ബിലേക്ക് അത് സന്ധിച്ചപ്പോൾ അല്ലാഹു നിയോഗിച്ച പ്രവാചകൻ നബിയുല്ലാഹി വ കലീമുല്ലാഹി മൂസാ അലൈഹിസ്സലാമിനെ അറിഞ്ഞപ്പോൾ മഹദി അവர்கள் പറഞ്ഞു, റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, ഈ ലോകത്തെ കൊട്ടാരമല്ല എനിക്ക് വലുത്, രാജ്ഞി പദമല്ല എനിക്ക് വലുത്, ഈ രാജ്യത്തെ ഈ ലോകത്തെ സുഖ സൗകര്യങ്ങളല്ല എനിക്ക് വലുത്, എനിക്ക് വലുത് അല്ലാഹു അല്ലാഹു അല്ലാഹ്. നമ്മുടെ ജീവിതം എവിടെയാണ്? നമ്മൾ അല്ലാഹുവിനെ മറക്കുന്നത് ഏത് നിസ്സാരമായ കാര്യങ്ങൾ നേടാൻ വേണ്ടിയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി റബ്ബിനെ മറക്കുന്നവരല്ലേ നമ്മൾ. എന്നാൽ ഈ ലോകത്തൊരു സ്ത്രീക്ക് കിട്ടാവുന്ന പദവിയിൽ വെച്ച് ഉയർന്ന ഒരു പദവിയല്ലേ രാജ്ഞി പദം. ആ രാജ്ഞി പദം ലഭിച്ചിട്ട് അതിനെ പുറങ്കാലുകൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് പോകുന്നത് എവിടേക്കാണ്? റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതൻ ഫിൽ ജന്ന, അല്ലാഹുവിനോട് വീട് ചോദിക്കുന്നതിന് മുമ്പ് സാമീപ്യം ചോദിക്കാൻ ഭാഗ്യം കിട്ടിയ മഹദിയല്ലേ ആസിയത്തും റഅതു ഫിർഔൻ